ഹായ് ഗായ്സ്. ഗായ്സ് ഇന്ന് വേറെ നല്ല പരിപാടി. ഇന്ന് എന്നെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അവളുടെ അനിയത്തിയുടെ കല്യാണമാണ്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ മോണിറ്റൈസ് ആയിട്ട് അല്ലേ ഫസ്റ്റ് വ്ളോഗ് ഇതായിരിക്കും തോന്നുന്നു ആണല്ലേ. ഗായ്സ് എന്താണെന്ന് നോക്കാം. ഗായ്സ് ഇതാ ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി. ഞങ്ങൾ കേശവദാസപുരത്ത് നിന്നാണ് കയറുന്നത്. അപ്പോൾ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തിട്ട് രാവിലെ ഇറങ്ങി കേട്ടോ. അതിന് മുമ്പേ മിങ്കു ഒക്കെ എഴുന്നേറ്റ് ഉറക്കത്തിലായിരുന്നു. അതിന് മുമ്പേ അവൾ എഴുന്നേൽക്കുകയും ചെയ്തു കേട്ടോ. ഓട്ടോയുടെ സൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ടെക്നോ പാർക്കിൽ ഇറങ്ങി. ഞങ്ങളെ അങ്ങനെ അമ്മ അപ്പനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒരു ലഗേജും കൂടെ വരാനുണ്ട്. അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അപ്പനെ കണ്ട ഉടനെ തന്നെ ഇസ ചിരിക്കാൻ തുടങ്ങി. കാരണം ഉറക്കം എഴുന്നേറ്റ് അവൾ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങി ഗൈസ്. അങ്ങനെ അവൾ ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ വേറെ ഒന്നുമല്ല കണ്ട് ചിരിച്ചത്. ബിസ്ക്കറ്റ് കണ്ട പറഞ്ഞാൽ പൊട്ടിക്കെന്ന് പറയും. ഞങ്ങൾ പറയാം പൊട്ടിക്കുന്നില്ല, ബസ്സിൽ കയറിയിട്ട് നമുക്ക് പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗൈസ് ഇതാ ബസ് വന്നു ഗൈസ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ബസ്സാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ട. അങ്ങനെ കണ്ടക്ടറുടെ അടുത്തൊക്കെ ചോദിച്ച് സെറ്റാക്കിയ ശേഷം ഞാൻ ലഗേജ് ആദ്യം കൊണ്ട് വെച്ച് എവിടെയെങ്കിലും കൊണ്ട് സേഫായിട്ട് വെച്ചിട്ട് ഇവരെയും കൂടെ ഒന്ന് സീറ്റ് അറേഞ്ച് വേണ്ടി ചെയ്യാനുണ്ട്. അങ്ങനെ സീറ്റ് കിട്ടി. അതുപോലെ തന്നെ അന്ന സൈഡ് സീറ്റ് തന്നെ എടുത്തു. അങ്ങനെ ഗൈസ് അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. രാവിലെ ഉണ്ട് അത്ര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഇരുന്ന സൈഡ് ഭയങ്കര വെയിലടിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എ സി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും വെയിലടിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന അഹങ്കാരമാണെന്ന് വിചാരിക്കില്ല ഗൈസ്. എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പനിയുടെ ചെറിയൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂടിക്കെട്ടി പോയില്ലെങ്കിൽ ഞാൻ തിരിച്ച് ഇഴങ്ങി വരേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് അങ്ങനെ മിങ്കു ഒരു ഉറക്കമൊക്കെ കഴിയും ഗൈസ്. ഉറക്കം കഴിഞ്ഞ അവിടെ തന്നെ ബിസ്ക്കറ്റ് എന്ന് പറയും. ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. മോളുടെ പേരും പറയും. അമ്മയും ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട് ഗൈസ്. പക്ഷേ ഞാൻ മാത്രം ബിസ്ക്കറ്റ് കഴിക്കുന്നില്ല ഗൈസ്. കാരണം എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. അങ്ങനെ ചായ കുടിക്കാനുള്ള അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലാണ് ഗൈസ്. അങ്ങനെ പത്തനംതിട്ടയിൽ ഒരു 10 മിനിറ്റ് അവർ വണ്ടി നിർത്തിയിടും കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പോയൊരു ചായയും കുടിച്ച് അവർക്ക് എന്നാ വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ജ്യൂസോ ലൈസോ അങ്ങനെ എന്തെങ്കിലും മതി തന്നെ. അപ്പം ഞാൻ നേരെ പോയൊരു ഫ്രൂട്ടിയും മേടിച്ചൊരു ലൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ബസ് എടുക്കല്ലേ ദൈവമേ എന്ന് പറഞ്ഞ് ഇത് എടുത്തുകൊണ്ട് പയ്യെ കയറിയപ്പോൾ ഇവിടെ ലൈസ് ഉണ്ടപ്പോൾ ഇത്രയും വലിയ ലൈസ് വെച്ചു ഞാൻ എങ്ങനെ കഴിക്കാനെന്ന് വെച്ചു. പക്ഷേ അവിടെയാണ് ഗൈസ് ട്വിസ്റ്റ് ഇറുക്കുന്നത്. ലൈസ് പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് ഗൈസ് മനസ്സിലായത് അതിൻ്റെ അകത്ത് കാറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഏതാണ്ട് ഒരു 10-12 പീസസ് മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ മിങ്കു എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ ഫുൾ ലൈസ് തിന്ന് തീർത്തില്ലെങ്കിൽ പണിയാണ്. അവൾ എഴുന്നേറ്റാൽ പിന്നെ അവൾ അവിടെ കിടന്ന് ഇതിന് വേണ്ടി കിടന്ന് കരയും ഗൈസ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ മിങ്കു എഴുന്നേറ്റ് ബിസ്ക്കറ്റ് വീണ്ടും തിന്നാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് എത്താറായിട്ടുള്ള ബസ് സ്റ്റോപ്പ് എത്തി ഗൈസ്. അതിന് മുമ്പേ തന്നെ ഞാൻ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇറങ്ങാമെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. അതിന് മുമ്പ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഈരാറ്റുപേട്ട ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെ കാത്ത് ആര് കിടക്കുന്നു എക്കോ സ്പോട്ടിൽ ആരാ ഉള്ളത്? നമ്മളെ പ്രിയപ്പെട്ട ദീപുചേട്ടൻ അവിടെ കാണാമല്ലോ ഗൈസ്. അങ്ങനെ ദീപുചേട്ടൻ ഏതാണ്ട് ഒരു 1.5 മാസത്തിന് ശേഷം വീണ്ടും കാണുന്നത്. ഞങ്ങളെപ്പോൾ കുമളിയിലേക്ക് പോയെങ്കിലും ദീപുചേട്ടനെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യും പിക്ക് ഒക്കെ ചെയ്യുന്നത് ഗൈസ്. അങ്ങനെ ദീപുചേട്ടൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഈരാറ്റുപേട്ടയാണ്. ഞങ്ങൾ ബസ്സിൽ ഒരു കൊച്ചു പയ്യൻ വാള് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴും സത്യം പറഞ്ഞാൽ അപ്പം തന്നെ സ്റ്റോപ്പ് പോയി. ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വാള് വെച്ച ചുറ്റും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാനും വാള് വെച്ചു. എന്നാ എന്താ കഴിക്കാൻ കയറിയാലോ കഴിച്ച് ഞങ്ങളൊന്നും കഴിച്ചില്ല. അവന് നേരെ കഴിക്കാനുള്ള പരിപാടിയാണ്. ദീപുചേട്ടൻ പറഞ്ഞ് ഈരാറ്റുപേട്ടയിൽ കിട്ടാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു സാൻഡ്വിച്ച് മേടിച്ചാൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ അങ്ങനെ ഡയലോഗ് അടിച്ചത്? ഇവിടെ എന്തും കിട്ടും മറ്റേ കുറച്ചെന്ന് പറഞ്ഞിട്ട് കേട്ടാ. വ്ളോഗ് ചെയ്യുമ്പോൾ അയാൾ ഊമയാണ് ഗൈസ്. എന്തെങ്കിലും കഴിച്ചിട്ട് കാണാം. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു ഗൈസ്. ഹോട്ടൽ സരവണ ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഓരോ ദോശ തട്ടാന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ദീപുചേട്ടൻ അന്നയും കൂടെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി ഗൈസ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ തിരക്കില്ല. കാരണം ഇപ്പോൾ ഒരു ഉച്ച സമയമല്ല രാവിലെയല്ല, ഒരു ഇടയ്ക്കുള്ള സമയമുണ്ട്. അത്ര തിരക്കുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾക്ക് ഗീ റോസ്റ്റ് മതി എന്നാണ് പറഞ്ഞത്. സത്യം പറയാം എനിക്കും അങ്ങനെ ഒന്നും ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ദീപുചേട്ടൻ ഓരോ പരിപ്പ് വട പറഞ്ഞായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള പരിപ്പാടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ദീപുചേട്ടനോട് നല്ല കമ്പനിയായി ഗൈസ്. അച്ചച്ച പരിപ്പാടിന് ഉപ്പുണ്ടോ എന്ന് പറഞ്ഞ് പയ്യെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ തുടങ്ങി. അവളുടെ സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഒരു പകുതി അവൾ തന്നെ കഴിക്കും ഗൈസ്. അങ്ങനെ പരിപ്പാട കൊള്ളായിരുന്നു ഗൈസ്. ഒരു എന്താ പറയണേ. പക്ഷേ നമ്മളെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന അത്രയും വലിയ ടേസ്റ്റൊന്നുമില്ല. എങ്കിൽ പോലും കുഴപ്പമില്ല. അങ്ങനെ ദോശ വന്നായിരുന്നു. മിങ്കുവിന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗീ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഗീ റോസ്റ്റ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ 2 ചായയും കൂടെ പറയും, പക്ഷേ അവിടെ ചായ സമയം കഴിക്കും. അങ്ങനെ അപ്പോഴാണ് ഞാൻ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ യൂട്യൂബിലൊക്കെ ഉണ്ടത്. ഞാൻ പറയാം അതാ ഉണ്ട്. ഞാൻ നമ്മളെ ചാനലൊക്കെ പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന് തുടങ്ങി. അങ്ങനെ തക്കത്തിൽ ആ ചേട്ടനെ ഒരു സബ്സ്ക്രൈബറാക്കി. അങ്ങനെ വീണ്ടും തിരിച്ച് ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവരെയും കൂടെ കൂട്ടി ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് വെച്ച് പിടിക്കണം. അതിനു മുമ്പേ കുറച്ച് സാധനങ്ങളോ മേടിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തുള്ള സ്മാർട്ട് പോയിന്റിലും കയറി കുറച്ച് സാധനങ്ങളാണ് മേടിച്ച് ഇനി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കും. ഞങ്ങളങ്ങനെ കഴിച്ച് ഇനി നേരെ അന്നയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ്. അല്ലേ മിങ്കു? ഹായ് ഗൈസ് പറഞ്ഞേ. ഹായ് ഗായ്. അമ്മയ്ക്ക് ഗൈസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഞങ്ങൾ നേരെ കുമ്പളിയിൽ വെച്ച് പിടിക്കണം ഗൈസ്. ഇനി ഏതാണ്ട് ഒരു 2 മണിക്കൂർ സമയം എടുക്കും. ഗായ്സ് ഇതാണ് പട്ടുമല പള്ളി. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും അന്നയും നേരിട്ട് കാണുന്ന ഇവിടെ വരുമ്പോഴാണ് കണ്ടുകൊണ്ടിരുന്നത്. ഗായ്സ് ഞാൻ ഒരു പരിപ്പട മാത്രം കഴിച്ചുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവർക്ക് വീട്ടിലേക്ക് വാങ്ങിച്ച ഒരു ആപ്പിൾ ഞാനങ്ങ് കഴിച്ചു ഗൈസ്. അങ്ങനെ കഴിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു സംഭവം നടന്നത്. ഗൈസ് ഇവനെയൊക്കെ എന്താ ഗൈസ് പറയണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സൈഡിലുള്ള വാട്ടർഫോൾസിലൊക്കെ പോയി നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വാട്ടർഫോൾസ് ഉണ്ടാവുന്ന മുഖം കഴുകിയൊന്ന് സെറ്റ് ആവണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കാണുന്ന നേരെ വാട്ടർഫോൾസിൽ നേരെ പോയപ്പോഴാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മുഖം മാത്രമല്ല ഗൈസ് കഴുകേണ്ടി വന്നത്, എൻ്റെ ദേഹം ഫുള്ളും വെള്ളം തെറിച്ചു. അങ്ങനെ ഗൈസ് അങ്ങനെ കിട്ടില്ല ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. സത്യം പറയാം ഫ്രണ്ട്സുമായിട്ട് വരായിരുന്നെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല ഒരു വഴിയായിരുന്നു സത്യം പറഞ്ഞാൽ ഗൈസ്. എന്താ പറഞ്ഞത്, ഞാൻ വേറെ വല്ല ഡ്രസ്സൊക്കെ ഞാൻ ഇറങ്ങി ഇന്ന് കുളിച്ചിട്ടേ ഞാൻ വരത്തുള്ളായിരുന്നു ഗൈസ്. ഗൈസ് അങ്ങനെ അന്നയുടെ വീട് എത്താറായിരിക്കുകയാണ് ഗൈസ്. എല്ലാ സന്തോഷം കൊണ്ട് നൃത്തച്ചുവടുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിൽ കാണിക്കുന്നു. ആണോ ഇപ്പോൾ ഓക്കെ ആയോ? ഛർദ്ദിക്കാൻ ഇല്ല ഞാൻ പറയുന്നത് വിക്സ് ഒന്നും കുഴപ്പമില്ലല്ലോ ഗൈസ്. ഇനി 6 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. നല്ല ദൂരമാണ് ഗൈസ്, ഒടുക്കത്ത ദൂരമാണ് ഗൈസ്. മിങ്കു എടാ ഹായ് മിങ്കു. ഇത് ആരുടെ പാവയാ? ആരാ വാങ്ങിച്ചത് മിങ്കുവിനെ പാവ? മിങ്കു ഗൈസ് നമ്മൾ പോകുന്ന വഴിക്കാണ് അന്നയുടെ അനിയത്തിയുടെ സ്കൂൾ, തത്തയുടെ സ്കൂൾ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കൂട്ടിയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് കയറിയായിരുന്നു. അപ്പോൾ ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിള്ളേരുടെ കളിക്കുന്നതും കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് അന്നയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ സാധാരണ ഇവിടെ വന്ന് ഇറങ്ങി നടന്നൊക്കെ പോവാറ്. അങ്ങനെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു കട ഉണ്ടല്ലോ, ഇപ്പോൾ കാണാനില്ലേ? കട എവിടെ പോയി? കട എവിടെ? അതാ ഇവിടെയാണ് കടയുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ എത്താറായി ഗൈസ്. ഈ വളവും ഗൈസ്. അങ്ങനെ അന്നയുടെ പപ്പ ഓടി വന്നിരിക്കുകയാണ് ഗൈസ് അവനെടുക്കാനായിട്ട്. ഇതാണ് കല്യാണ പെണ്ണ്. എന്താണ് നിനക്കൊരു വിഷമമാണ്? ഹായ് പറഞ്ഞു.
ഒരു ഹായ് പറയും. അതാ ചോദിച്ചാ ഞാന് എന്നാ ഇങ്ങനെ ഇരിക്കുന്ന ക്ഷീണിട്ടായിരിക്കും. അമ്മ പറഞ്ഞു കൊടുത്തതാ. പറമ്പിൽ കയറി പിടിച്ചാ മാറുകയില്ല. കളഞ്ഞോ? തീർന്നു? എത്രേ ഉള്ളോ? ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വലിയ മുഖം മാറൂലേ? ഞാനേ ഇപ്പൊ വരാതെ ഗായ്സ് അങ്ങനെ അവരെ വീട്ടിലെ ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കും. സത്യം പറയാം ലഞ്ചിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. സത്യം പറയാം വീഡിയോ എടുക്കാൻ ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല കിടിലം ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ പായസമായിട്ട് എൻ്റെ ഭാര്യ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ അവരുടെ വീട്ടിൽ പാലട പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മിങ്കുവിന് ഭയങ്കര ഇഷ്ടമാണ് പായസം, അതുകൊണ്ടായിരിക്കും വെച്ചാൽ തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും ദീപിച്ചാനും കൂടെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഈ പായസം കൂടെ കുടിച്ചിട്ട് വേണം കിടന്ന് എനിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പുള്ളിക്കാരൻ വണ്ടി ഓടിച്ചോളൂല്ലോ. അത് കഴിഞ്ഞപ്പോൾ അവരെ വീട്ടിലുണ്ടായ പേരയ്ക്ക കൊണ്ടുവന്നായിരുന്നു. പേരയ്ക്ക് നല്ല മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നാടൻ സാധനമല്ലേ, ചുമ്മാ തട്ടിവിടാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങാറായി. അപ്പോൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് നമ്മൾ ദീപിച്ചൻ്റെ വീട്ടിലേക്ക് കുറച്ച് കരിമ്പ് പപ്പ വെട്ടി കൊടുക്കുവാണ്. ഇവള് ഹായ് ഗൈസ് എന്ന് പറയും. നിങ്ങൾ ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ. ഹായ് ഗൈസ് പറഞ്ഞേ. കണ്ട അങ്കിളേ ഗൈസ്. അങ്ങനെ എനിക്ക് പോകാനുള്ള സമയം ഗൈസ്. അങ്ങനെ മിങ്കുന് ടാറ്റയും പാസ്സാക്കിയിട്ട് വളരെ വിഷമത്തോടെ ഞാൻ പോവാണ് ഗൈസ്. ബൈ.